ഏവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് അമ്മ ചെയ്യാൻ പോകുന്ന ഒരു പഴയകാല റെസിപ്പിയാണ് കേട്ടോ. പണ്ടത്തെ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പൊ നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ടിപ്പിക്കൽ ആയിട്ടുള്ള കേരള സ്റ്റൈൽ ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി കാണുന്ന മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പഴയ കാലത്തെ ഒരു ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പഴയ കാലത്ത് എല്ലാവരും ഇങ്ങനെ നെല്ലിക്ക ഉണ്ടാക്കുമായിരുന്നു, കറപ്പിക്കുമായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ അവർക്ക് നെല്ലിക്ക കറപ്പിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാവില്ലോ, ഭയങ്കര പാടാക്കും. പക്ഷെ ഒരു പാടൊന്നും ശരിയാവില്ലെന്നൊക്കെ തോന്നും. പക്ഷെ അതൊന്നും അല്ല, നന്നായിട്ട് നമുക്ക് ചെയ്യാം. അത് പിന്നെ കുറച്ച് ഒരു 10-35 ദിവസം ഇരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ നെല്ലിക്ക കറപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കഞ്ഞി കുടിക്കാനും ചോറുണ്ണാനും പഴയ കാലത്ത് പഴങ്കഞ്ഞിയായിരുന്നു. ഈ പഴങ്കഞ്ഞി കുടിക്കാനും ഒക്കെ ഈ നെല്ലിക്ക കറുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണ്. അപ്പൊ ഈ നെല്ലിക്ക കറപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നെല്ലിക്ക കാണിച്ചു തരാവേ. നമ്മൾ ഈ നെല്ലിക്കയാണ്, ഇത് വലിയ നെല്ലിക്കയാണ് അല്ലേ? ഇപ്പൊ വലിയ നെല്ലിക്കയാ കിട്ടുന്നത്, ചെറു നെല്ലിക്ക ഇല്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ നെല്ലിക്കായ ചെറുത് അതാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ നെല്ലിക്ക കറപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇത് ഒത്തിരി വലുതല്ല കേട്ടോ, അല്ലെ? ഭയങ്കര വലിയ സൈസിലുള്ള നെല്ലിക്ക ഉണ്ട്. ആ നെല്ലിക്ക അല്ല ഇത്, ഇടത്തരാണ് കേട്ടോ. ഇതിനേക്കാളും ചെറിയ നെല്ലിക്ക ഉണ്ടല്ലോ, അതാണ് കറപ്പിക്കാൻ പറ്റും. നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോ ചെറിയ നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് എടുക്കുക. ചെറുതായതുകൊണ്ട് അയ്യോ അതെങ്ങനെയാണെന്ന്, പക്ഷെ അതല്ല, നല്ല ചെറിയ നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇതൊക്കെ ചെറു. അപ്പൊ നമുക്കൊരു കാര്യം, നെല്ലിക്ക നമ്മൾ ഇത്രയും നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അല്ലേ, കഴുകി വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ് ഇത്. ഇനി ഇതിന്റെ അകത്ത് കുറെ അനതാരികളുണ്ട് കേട്ടോ. ഇതിന്റെ അകത്ത് അതിൽ ഒന്നാമത്തെ സാധനം ഈ ഒരു കലാണ്. ഇതുപോലത്തെ നല്ലൊരു കലം, മൺകലം അല്ലേ? മൺകലം വേണം. മൺകലം തന്നെ വേണം. നമ്മൾ മേടിച്ച കറുത്ത കലമാണ്. ഇതാണ് മൺകലം വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് വേണ്ടത് ഇത്രയും ഐറ്റംസ്, ഇത്ര ഐറ്റം അല്ല കേട്ടോ, ഇനിയുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് പറഞ്ഞു. കാന്താരിമുളകുണ്ട്, പച്ചമുളകുണ്ട്, കുറച്ച് ഇഞ്ചി ചതച്ചതുണ്ട്, ഇഞ്ചി മാത്രം ചതച്ചിട്ടുണ്ട്. പിന്നെ 2-3-4 കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കുരുമുളകുണ്ട്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഉണങ്ങിയ കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്. പിന്നെ ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ഉപ്പല്ല, കല്ലുപ്പ്. നമ്മുടെ പൊടിയുപ്പല്ല, കല്ലുപ്പ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ റെഡിയാക്കി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കലം ഇവിടെ റെഡിയാണ്, നമ്മുടെ നെല്ലിക്ക ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യണത് പെട്ടെന്ന് അങ്ങ് കാണാം അല്ലേ? അപ്പൊ നമ്മുടെ നെല്ലിക്ക എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിക്കുക. നമ്മുടെ ഇഞ്ചി കണ്ടോ, ഇഞ്ചി മാത്രം നമ്മളത് ഈ ഒരു പരുവത്തിന്റെ അകത്ത് ചതച്ചിട്ടുണ്ട്. വേറെ ഒരു സാധനം നമ്മൾ ചതക്കുന്നില്ല അല്ലെ? അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നെല്ലിക്ക വറക്കി നമുക്ക് കലത്തിനകത്ത് ഇടാം. ഓക്കെ, നമ്മളിപ്പോ 1 കിലോ നെല്ലിക്കയാണ് എടുത്തത്. അത് മുഴുവൻ നമ്മുടെ കലത്തിലേക്ക്. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഈ കാണുന്നില്ല, ഇത് നമ്മളുടെ തിരികടയാണ് കേട്ടോ. തിരിക എന്നൊക്കെ പറയും. ഇത് നമ്മളുടെ ഈ കവുങ്ങിന്റെ ഓലയില്ല, അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കും. നല്ല ഭംഗിയാണ് കേട്ടോ. പാത്രത്തിലൊക്കെ വെക്കാനായിട്ട്, ചൂട് സാധനമൊക്കെ എടുത്ത് വെക്കാനും. ഒരു പ്രത്യേകത കെട്ടി എടുക്കുന്നതാണ്. ഇത് കെട്ടുന്ന എങ്ങനെയാന്നുള്ളൊരു വീഡിയോ പണ്ട് നമ്മൾ ചെയ്ത് കിടപ്പുണ്ടായിരുന്നു അല്ലേ? അമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ നെല്ലിക്ക എല്ലാം നമുക്ക് അങ്ങനെ പിറക്കി നമുക്ക് അതിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ നെല്ലിക്ക നമ്മുടെ കലത്തിന്റെ അകത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നിറച്ചൊന്നും ഇടത്തില്ല, കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കുലുക്കണം അല്ലേ? അതുകൊണ്ട് ഒരു അര പാത്രമാണ് ഇടത്തുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ കാന്താരിമുളക് ഇടുവാണ്. കാന്താരിമുളക് ഞെട്ടൊന്നും കളയണ്ട അല്ലേ, ചുമ്മാ ഇട്ടാൽ ഇത്രയും കാന്താരിമുളക് ഇടാം. ഓക്കെ. അപ്പൊ എന്താ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന്റെ അകത്ത് വെന്ത് വാടി അങ്ങ് ഒടിഞ്ഞു ചേർന്നോളും. അതുകൊണ്ട് നമുക്ക് കാന്താരിമുളകിന്റെ ഞെട്ടൊന്നും കളയണ്ട, ചുമ്മാ കിട്ടാൻ മതി. പിന്നെ ഇടാൻ പോകുന്നത് വെളുത്തുള്ളി സാധനമുണ്ട്, വെളുത്തുള്ളി അല്ലെ? വെളുത്തുള്ളി കാണിച്ചപ്പോ എന്താ ഇടുന്നത്, ഒരു പിടുത്തം അല്ലെ? ഇത്രയും വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളി നമ്മൾ ചതക്കണമെന്നൊന്നുമില്ല കേട്ടോ, ചുമ്മാ കിട്ടാൻ മതി. ഒരു 4 പച്ചമുളക്. ഓക്കെ, അതും ഒന്നും ചെയ്യണം, ചുമ്മാ കിട്ടാൻ ഇടുവാണ് 4 പച്ചമുളക്. ഇനിയുള്ളത് എന്താണ്? പച്ചക്കുരുമുളക്. വെറുതെ അങ്ങ് ഇടുവാട്ടോ ചെയ്യണം. പച്ചക്കുരുമുളക് കണ്ടോ? ഓക്കെ, 2 പച്ചക്കുരുമുളക് ഇട്ടിട്ടുണ്ട് അല്ലേ? 3 പച്ചക്കുരുമുളക്. 3 അല്ലേ? 3 തിരിയാണ് ഇട്ടേക്കുന്നത്. അതിന്റെ ഈ സാധനം കണ്ടില്ല, ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടക്കുവാട്ടോ, ഇങ്ങനെ ഇട്ടു. പിന്നെ നമ്മളൊരു സ്വല്പം ഉണക്ക കുരുമുളക്, ഉണങ്ങിയ കുരുമുളക്. ഓക്കെ, ഉണക്ക കുരുമുളക് ഇട്ടു. പിന്നെ ഇഞ്ചി. ഇനി നമ്മുടെ ഇഞ്ചി നമ്മൾ ചതച്ചു വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ.
ഓക്കെ. നമ്മൾ അടുത്തത് കറിവേപ്പില. കറിവേപ്പിലയൊക്കെ ചുമ്മാ ഇട്ട് കൊടുത്താലും മതിയില്ല, തണ്ടോട് കൂടിയാണ് കേട്ടോ പല സാധനങ്ങളും ഇടുന്നത്. അതിനൊക്കെ ഒരു ടേസ്റ്റ് ഇറങ്ങും കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. മുളകിന്റെ പൊടിയൊന്നും വേണ്ട കേട്ടോ ഇതിന്. പക്ഷെ മുളക് പൊടി പിന്നീട് ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർക്കുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് കാണിക്കാം അല്ലേ. ഇത്രയും മഞ്ഞൾപ്പൊടി. ഓക്കെ, വിടർത്തി ഇട്ട് കൊടുക്കുക അല്ലെ, എല്ലായിടത്തും രീതിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അടുത്തത് ഉപ്പാണ്. ഉപ്പ് നമ്മുടെ സ്പെഷ്യൽ കല്ലുപ്പാണ്. സ്പെഷ്യൽ ഒന്നുമല്ല, നാടൻ കല്ലുപ്പ് അല്ലേ, സാധാ പണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുപ്പ് അല്ലേ. അപ്പൊ ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം 1.5 സ്പൂൺ ഉപ്പ്. 1.5 അല്ലേ. ഓക്കെ, കാരണം ഇതിന്റെ ഒരു കയ്പും പുളിയൊക്കെ നന്നായിട്ട് കാണും ഇതിനല്ലേ, നമ്മുടെ നെല്ലിക്കയ്ക്ക്. അപ്പൊ നമ്മളിതൊന്ന് കുടഞ്ഞിടാം. ഓക്കെ, ഇങ്ങനെ കുടഞ്ഞാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ വെള്ളം മതി. 1 കപ്പ് വെള്ളമാണ് ആകെ ഇതിന്റെ അകത്ത് ഒഴിക്കുന്നുള്ളൂ. ഈ നെല്ലിക്കായ്ക്ക് വെള്ളമുണ്ട്, വലിയ നെല്ലിക്കായ. വലിയ നെല്ലിക്ക ആയതുകൊണ്ട് അമ്മ ആദ്യം എന്നോട് പറഞ്ഞായിരുന്നു, നാടൻ നെല്ലിക്ക ആണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ വേണം. അപ്പൊ അമ്മ പറഞ്ഞ് ഈ നെല്ലിക്ക വെന്ത് വെള്ളം ഇറങ്ങും കുറച്ചല്ലേ, പിന്നെ വെള്ളം കൂടി കഴിഞ്ഞാൽ വെന്ത് ഉടഞ്ഞു പോകും, പെട്ടെന്ന് അരിയാന്ന് വിട്ടുപോകും. അപ്പൊ അതുകൊണ്ടാണ് അത്രയും വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ വെച്ചു. അപ്പൊ നമ്മളിത് വാഴയില ഇട്ടാണ് നമ്മളിത് മൂടി കെട്ടുന്നത്. മൂടി കെട്ടുന്നത് 35 ദിവസം. ഈ 35 ദിവസം ഇത് ഇരിക്കണം. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇത് മുറുക്കി കെട്ടി വെക്കണം, ഇതിന്റെ ആവിയൊന്നും ഇങ്ങോട്ട് പോകാതിരിക്കത്തക്ക പോലെ. പിന്നെ വിറകടുപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വിറകടുപ്പ് വെച്ചത് ചൂടാക്കുന്നതാണ് നല്ലത്. പക്ഷെ പിന്നെ വിറകടുപ്പ് ഇല്ല എങ്കിൽ ഗ്യാസെ വെച്ച് നമ്മളന്നേരം നോക്കിയിരിക്കണം. ഈ വിറകടുപ്പ് വെച്ചത് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ അടുപ്പിന്റെ അവിടെ തന്നെ ഇത് വാങ്ങി വെച്ചേക്കുവാണെങ്കിൽ ആ ചെറു ചൂടോടെ അത് അവിടെ ഇരിക്കും. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചൂടെ വെച്ചാൽ മതി, 5 മിനിറ്റ് വെച്ചിട്ട് എടുക്കണം. അന്നേരം ഒന്ന് കുടയണം കേട്ടോ, കുടഞ്ഞിടണം ഇത്. അപ്പൊ നമ്മുടെ പുറത്തേക്കല്ല, ഇത് കെട്ടിട്ട് അകത്ത് തന്നെ വെച്ചിങ്ങനെ അന്ന് കുടഞ്ഞെടുക്കണം, അഴിക്കരുത്. അപ്പൊ നമ്മൾ ഇല ഒരു പക്ഷേ പൊട്ടിപ്പോകുക എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ വേറെ ഇല കെട്ടിട്ട് നമ്മൾ അഴിക്കാതെ അതിന്റെ മുകളിൽ ഇട്ട് വീണ്ടും കെട്ടി വെക്കാം. അപ്പൊ നമുക്കിതൊന്ന് മൂടി കെട്ടാൻ ഇതെങ്ങനെയാണ്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് നമ്മളൊരു കനലിൽ വെച്ചാലും മതി അല്ലെ, വാഴനാരോ അല്ലെങ്കിൽ അല്ല തുണിയാകുമ്പോ നമ്മുടെ മുറുകും. വാഴനാരാകുമ്പോ അത്രയും മുറുകത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മ തുണി ഇട്ട് കിട്ടുന്നത് അല്ലേ. അപ്പൊ ഇത് നമ്മുടെ എന്താണ് ഇത്, നമ്മുടെ ഈ സ്വർണ്ണക്കുടമൊക്കെ കിട്ടുന്നത് പോലെ അല്ലേ, കണ്ടോ, അങ്ങനെ കെട്ടി കൊടുക്കി. ഇത് എയർ ടൈറ്റ് ആയി. പിന്നെ എല്ലാ ദിവസവും ചൂടാക്കണം, 1-2 ദിവസം ഇട്ടാലും മതി അല്ലേ, അടുപ്പ് വെച്ചാലും മതി അല്ലേ. വിറകടുപ്പാണെങ്കിൽ അങ്ങനെ ചൂടാക്കണ, നമ്മൾ നല്ല തീയല്ലേ അതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇല അങ്ങനെ നമ്മൾ വെച്ച് കെട്ടി. ഇനി എക്സസ് ആയിട്ട് പുറത്തേക്കൊക്കെ നിൽക്കണമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം അല്ലേ. അപ്പൊ ഇതെല്ലാം കെട്ടി അല്ലേ. അപ്പൊ നമുക്ക് കുലുക്കാണ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് കുലുക്കി ഇങ്ങനെ അങ്ങ് വെച്ചേക്കണം. അങ്ങനെ നമ്മുടെ വിറകടുപ്പിൽ നമ്മളിത് ഇത് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഒരൊറ്റ തിള വന്നാൽ മതി ഇതല്ലേ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം അതിന്റെ ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്കും അല്ലേ. അപ്പൊ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഓഫ് ചെയ്യാൻ പറ്റില്ല, ഇത് അടുപ്പേ നമ്മൾ വാങ്ങി വെക്കും. അപ്പൊ ഈ നെല്ലിക്ക കറപ്പിക്കുന്ന കാര്യം നമ്മൾ കാണിച്ചല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നെല്ലിക്ക കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾ മേടിച്ചതുപോലെ ഒന്ന് കറപ്പിച്ച് വയ്ക്കുക. അപ്പൊ നമ്മൾ അതിന് 35 ദിവസം കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഭക്ഷണത്തിന്റെ കൂടെ നമ്മൾ കഴിക്കുകയുള്ളൂ. അന്നേരം ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അന്നേരം നമുക്ക് കാണാം ഇത് എങ്ങനെയാന്ന് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ഭാഗം കാണിക്കാം. അപ്പൊ ഇത് നമ്മൾ നെല്ലിക്ക ഇട്ടിട്ട് 3 ദിവസമായി. 3-ാമത്തെ ദിവസമാണ്. ഇതിപ്പോ മുകളത്തെ ഇല ഒരു ശകലം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അടിയിൽ 2 ഇലയുള്ളതുകൊണ്ട് അടിയിലത്തെ ഇല പൊട്ടിയില്ല. അഥവാ ഇല പൊട്ടുവാണെങ്കിൽ തന്നെ നമ്മൾ വേറെ ഇല കണ്ടിട്ടുണ്ട് അഴിക്കാതെ ഇതിന്റെ പുറത്തിട്ട് വേറെ മൂടി കെട്ടണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കണം. അടുപ്പ് വെക്കുന്നതിന് മുമ്പ് ഒരു കാരണവശാലും നമ്മൾ മൂടി അഴിക്കരുത്. 35 ദിവസം കഴിയാതെ മൂടി അഴിക്കരുത്. അപ്പൊ കുറെ നെല്ലിക്ക നമ്മൾ ഇതിനകത്ത് ഇട്ടതിന്റെ ബാക്കിയുണ്ട്. അത് ഞാൻ വേറൊരു കാലത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ നെല്ലിക്ക മേടിച്ച് പല മംഗലത്തിൽ വേണം ഇടാനൊക്കെ ഉണ്ട്. ഇട്ട് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്കൊരു വരുമാനമായിട്ട് നമുക്കിത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ. അപ്പൊ നമുക്ക് എന്തായാലും നെല്ലിക്ക ഇങ്ങനെ ഇടുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവുമില്ല. നല്ല 1-ാം തരം സാധനം. ഇത് വർഷങ്ങളോളം ഇരിക്കും ഇങ്ങനെ കറുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ.
അപ്പൊ നമ്മൾ ഈ നെല്ലിക്ക ഇട്ടത് നിങ്ങളെല്ലാവരും ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി ഇത് ബാക്കി നമ്മൾ ചെയ്യണ ഒരു 35 ദിവസം കഴിയണം. അപ്പോഴത്തേക്ക് നമ്മുടെ നെല്ലിക്കയുടെ സീസൺ എല്ലാം കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ നെല്ലിക്ക മേടിച്ച് ഇതുപോലെ കറപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ഈ 35 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എടുക്കുന്നതും പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് അന്നേരം വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. കാരണം അതൊരു വീഡിയോ ആയിട്ട് കാണിക്കാൻ തന്നെ ഉള്ളതുണ്ട് അല്ലെ, ഇത് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നതൊക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു കാര്യം സീസൺ കഴിയുന്നതിന് ഇപ്പൊ തന്നെ നെല്ലിക്ക വാങ്ങി ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അല്ലെ. അപ്പൊ 35 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പൊ കാണാം. അപ്പൊ അന്നേരത്തേക്ക് നിങ്ങൾക്ക് ചാനൽ വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ ഈ സാധനങ്ങളെല്ലാം റെഡി ആക്കിയിട്ട് നെല്ലിക്ക കറപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ. എന്നിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ നെല്ലിക്ക കറപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.